ശോഭാ സുരേന്ദ്രൻ പാലക്കാട് തോൽക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. നല്ല വിജയ സാധ്യത ഉണ്ടായിട്ട് എന്തും കൊണ്ടാണ് അവര് തോൽക്കാൻ സാധ്യത? BJPക്ക് മിക്കവാറും 3 സീറ്റ് എന്തായാലും ഉറപ്പാണ്. ഒന്ന് മഞ്ചേശ്വരത്ത്, ഒന്ന് പാലക്കാട്, ഒന്ന് നേമത്തും. പൂഞ്ഞാറിൽ PC ജോർജ് ജയിക്കാൻ സാധ്യത വളരെ കൂടുതലായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ നാക്ക് വെറുതെ ഇരിക്കില്ലല്ലോ. അതുകൊണ്ട് ഇപ്രാവശ്യം തോൽക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. കാരണം അവിടുത്തെ ഒരു സഭയിലെ ഒരു അച്ഛൻ അദ്ദേഹം പറഞ്ഞ ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ഒരു പ്രസ്താവന അദ്ദേഹത്തിനെതിരെ കേസ് കൊടുക്കാനും തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ ഒരു സഭ മൊത്തത്തിൽ അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞ മിക്കവാറും തോൽക്കാൻ തന്നെ സാധ്യത. പാലക്കാട് 2016 ശോഭാ സുരേന്ദ്രൻ തോൽക്കാൻ കാരണം P. കൃഷ്ണകുമാർ ശോഭാ സുരേന്ദ്രനായിട്ടുള്ള ഗ്രൂപ്പ് വഴക്ക് തന്നെയായിരുന്നു. അന്ന് വെറും 3000 വോട്ടിന് മറ്റേ തോറ്റുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ അതേ സ്ഥലത്ത് വീണ്ടും നിൽക്കുന്നതും അതിന് വിജയ സാധ്യത ഉറപ്പിച്ചതും. ശോഭാ സുരേന്ദ്രന് മുന്നേ ഒരു പരാതി ഉണ്ടായിരുന്നു, വിജയ സാധ്യത ഒട്ടുമില്ലാത്ത സ്ഥലത്ത് എന്നെ നിർത്തുകയും ചെയ്യും, അതും കൊണ്ടാണ് ഞാൻ തോൽക്കുന്നത് എന്നുള്ളത്. പക്ഷെ ശോഭാ സുരേന്ദ്രൻ എവിടെയൊക്കെ നിന്നിട്ടുണ്ടോ അവിടെയെല്ലാം 2ാം സ്ഥാനമാണ് അവർക്ക് ഉണ്ടായിരിക്കുന്നത്. വോട്ടിന്റെ ഭൂരിപക്ഷം നല്ല രീതിയിൽ കൂട്ടിയിട്ടുമുണ്ട്. BJP അജണ്ട പ്രകാരം നിങ്ങൾക്ക് എവിടെയാണോ ഏറ്റവും കൂടുതൽ വിജയ സാധ്യതയുള്ളത് അവിടെ നിന്നോളം BJP നേതൃത്വം നൽകിയിട്ടും മിക്കവാറും ശോഭാ സുരേന്ദ്രൻ തോൽക്കാൻ കാരണം മിഞ്ഞാന്നത്തെ രമേശ് പിഷാരടിയുടെ പ്രശ്നം തന്നെയാണ്. കാരണം അവിടുത്തെ വാർഡ് മെമ്പർ BJPയിലെ മെമ്പറാണ്. രമേശ് പിഷാരടിയെ തടഞ്ഞ് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവാം. രമേശ് പിഷാരടിക്ക് ബുദ്ധിയുള്ളതും കൊണ്ടും അതൊരു സ്ത്രീ ആയതും കൊണ്ടും അതിനെതിരെ പ്രതികരിച്ചില്ല, മിണ്ടാണ്ട് നിൽക്കുകയും ചെയ്തുള്ളൂ. ആ വഴിക്ക് പോയതുമില്ല. ആ വഴിക്ക് പോകാത്തതുകൊണ്ട് കാര്യങ്ങളെല്ലാം രമേശ് പിഷാരടിക്ക് അനുകൂലമായി. ഒന്നുമില്ലെങ്കിൽ ആ വാർഡ് മെമ്പർ ശോഭാ സുരേന്ദ്രനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതായിരിക്കാം. അല്ലെങ്കിൽ ഇത് കോൺഗ്രസ്സുകാരുടെയോ അല്ലെങ്കിൽ CPM-കാരുടെയോ കളിയായിരിക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ അത് ശോഭാ സുരേന്ദ്രന് ചീത്ത പേര് തന്നെയാണ്. കാരണം ഈ റോഡ് ഒരു തന്തയുടെയും വകയല്ല.